ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹെയർ ജെൽ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നാളെ ഫങ്ഷന് ഇല്ലെങ്കിൽ ഏതെങ്കിലും ബർത്ത്ഡേ പാർട്ടി ഇല്ലെങ്കിൽ മാരേജ് ഫങ്ഷന് ഹെയർ സെറ്റ് ചെയ്യാനാണ് ഇതൊരു ആക്സസറി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കോട്ടിംഗ് ആണ് ഹെയർ ജെൽ എന്ന് പറയുമ്പോൾ. ബേബി ഹെയർസ് ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അഡ്വാൻറ്റേജസ് നോക്കാം. ഈ ഹെയർ ജെൽ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾക്ക് ഒരു 2 to 3 hours മുടി എങ്ങനെ നിങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നോ അങ്ങനെ ഒതുങ്ങി ഇരിക്കുന്നതാണ്. പിന്നെ നന്നായിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുപോലെ, അതായത് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ സെയിം എഫക്റ്റാണ് തരുന്നത് മുടിക്ക്. അപ്പോൾ ഒന്നും ഇങ്ങനെ മുടിയൊന്നും മേലെ എണീക്കാണ്ട് അതൊരിടത്ത് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഹെയർ ജെൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഹെയർ പിൻസ്, ആക്സസറീസ്, നിങ്ങൾ ഏതൊക്കെ ആക്സസറീസ് നിങ്ങളുടെ മുടിയിൽ ഉപയോഗിക്കുന്നോ അങ്ങനെ ഉപയോഗിച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് അങ്ങനെ ഒരു 2 to 3 hours, 3 to 6 hours വരെ ഈ ഹെയർ ജെൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ എപ്പോഴൊക്കെയാണ് ഹെയർ ജെൽ അപ്ലൈ ചെയ്യണതെന്ന് വെച്ചാൽ, ആദ്യം കുളി കഴിഞ്ഞിട്ട് മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ട് തല ചീവുമ്പോൾ നിങ്ങൾ ഒതുക്കുന്നത് പോലെ ജസ്റ്റ് ബേബി ഹെയർസ് മാത്രം ഒന്ന് ഒതുക്കുന്നത് പോലെ തന്നെ കയ്യിൽ ഹെയർ ജെൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തടവി ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ ഇങ്ങനെ പിന്നാലത്തെ മുടി ഒക്കെ ഇങ്ങനെ ചീവിയിട്ട് അതൊന്ന് സെറ്റാക്കേണ്ടതാണ്. പിന്നെ സെറ്റ് ചെയ്യുന്നതാണ് ഈ ഹെയർ ജെല്ലിൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. ഓരോരു ചെറിയ മുടിയും നീറ്റായി എങ്ങനെ ചീന്തിയിട്ടുണ്ടാവോ അങ്ങനെ നിർത്തുന്ന ഒരു ടിപ്പായിട്ടാണ് ഞങ്ങളെല്ലാം ഹെയർ കെയറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ്. അതായത് 8 hours സ്റ്റേ ചെയ്യുന്നതാണ്. പിന്നെ ഹെയർ സ്റ്റൈൽസൊക്കെ എന്തൊക്കെ ചെയ്താലും അത് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു കോട്ടിങ് തരുന്നതാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ എപ്പോഴൊക്കെ ആവശ്യം ഉണ്ടോ അപ്പോഴൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. നിങ്ങൾക്കിപ്പം ഒന്നും സെറ്റ് ചെയ്യാൻ നേരമില്ല, അർജൻറ്റായിട്ട് എവിടേക്കെങ്കിലും ഫങ്ഷന് പോകണം, ഇല്ലെങ്കിൽ ഓഫീസിൽ ഗെറ്റ് ടുഗെദർ ഉണ്ട്, ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു പാർട്ടി പോലെ ഒക്കെ ഓർഗനൈസ് ചെയ്താൽ ഞങ്ങൾ മുടി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ പോവേണ്ടതുണ്ട്. അപ്പോൾ ആ നേരത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ഈ ഒരു ഹെയർ ജെൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് പറയാനുള്ളത്, ഇത് ചില സെൻസിറ്റിവിറ്റി സ്കിന്നുള്ളവർക്ക്, പിന്നെ സ്കാൽപ്പിൽ ഇൻഫെക്ഷന്, സ്കാൽപ്പ് വീക്ക് ഉള്ളവർക്കൊക്കെ ഹെയർ ഫോളിക്കലൊന്നും വീക്ക് ഉള്ളപ്പോഴൊക്കെ ഈ ഹെയർ ജെല്ലൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇത് താരൻ ഉള്ളവർക്കും തീരെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് താരനുള്ളവർ, സ്കിൻ അലർജി ഉള്ളവരൊക്കെ ഉപയോഗിച്ചാൽ എന്താവുമെന്ന് വെച്ചാൽ ആ സ്കിൻ പ്രോബ്ലംസും പിന്നെ ഹെയർ സ്കാൽപ്പിലുള്ള പ്രോബ്ലംസും മൾട്ടിപ്ലൈ ആവും. അല്ലാണ്ട് അതൊന്നും ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ടൊന്നും അത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അത് ഹെയർ ഫോൾ ജാസ്തിയാക്കും, മൾട്ടിപ്ലൈ ആവും, ഒരുപാട് മുടി കൊഴിയും, പിന്നെ താരൻ ഒരുപാട് ഇൻക്രീസ് ആവും. പിന്നെ ഇച്ചിനെസ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇച്ചിനെസ്സാണ്
ഉണ്ടാവുക. പിന്നെ ഇച്ചിനെസ് കൊണ്ട് തന്നെ തല ഇങ്ങനെ ചൊറിച്ചിൽ വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻസ് കൂടുകയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കാൽപ്പിലൊക്കെ ബോയിൽസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങനെ ചൊറിയുമ്പോൾ അതിനി സ്വെറ്റ് കൂടിയിട്ട് ഇല്ലെങ്കിൽ ആ ഹെയർ ജെല്ലിൻ്റെ ഒരു കോട്ടിങ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു നനവിൻ്റെ ഒരു ഉണ്ട്, അത് സ്കാൽപ്പിൽ ഇരുന്ന് അതൊരു സ്വെറ്റ് ഉണ്ടാക്കും സ്കാൽപ്പിൽ. പിന്നെ ചൊറിച്ചിലോടെ ആയിരിക്കും. അതായത് ഹെയർ ജെല്ലിൽ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് ഒരുപാട് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് അത് തയ്യാറാക്കുന്നത് തന്നെ. പിന്നെ വാട്ടർ ബേസ്ഡ് എന്നൊക്കെ പല രീതിയിലും കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ടെമ്പററി മാത്രം ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എപ്പോൾ ഏത് പ്രൊഫഷന് വേണോ അപ്പോൾ മാത്രം എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതാണ്, സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് കൂട്ടും, ഉള്ള താരൻ കൂട്ടും, ഡാൻഡ്രഫ് മൾട്ടിപ്ലൈ ആവും, സെബോർബറ്റിക് ഡെർമറ്റൈറ്റിസ് ആ ഒരു പ്രോബ്ലമിന് മാറുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഈ ജെല്ല് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. പിന്നെ ഞാൻ എൻ്റെ മുടിയിൽ ഒരുപാട് ജെല്ല് ഉപയോഗിക്കുന്ന ആളായിരുന്നു ഞാൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഫങ്ഷന് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോകുമ്പോൾ തന്നെ നന്നായിട്ട് ഡേ ബിഫോർ, അതായത് നാളെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഹെയർ വാഷ് ചെയ്തിട്ട് അതിന് വേണ്ടിയ ഒരു കെയർ ഞാൻ കൊടുക്കുന്നതുണ്ട്. അതായത് എത്ര വേണോ അത്ര മാത്രം ഓയിൽ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായി ചീന്തി വയ്ക്കുന്നുണ്ട് ഞാൻ. ചിക്കൊക്കെ വിടർത്തി നീറ്റായി ഒരു 2-3 പ്രാവശ്യം ചീന്തിയിട്ട് അതൊന്ന് ഒതുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫങ്ഷന് റെഡി ആവുമ്പോൾ തല ചീവുമ്പോൾ ഞാൻ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, പ്ലെയിൻ വാട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏതൊരു ജെല്ലും ഹെയർ ജെല്ലും ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ഇപ്പോൾ ചെയ്യാറില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹെയർ ജെൽ ഉപയോഗിക്കാം, പക്ഷെ എപ്പോൾ വേണോ അപ്പോൾ മാത്രം, വളരെയേറെ കുറവ് ക്വാണ്ടിറ്റിയിൽ വേണം ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പം മുടിയിൽ പ്രശ്നങ്ങൾ കുറവാക്കാൻ പറ്റും, മുടി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഈ ഹെയർ ജെല്ല് യൂസ് ചെയ്യുന്നതിലൂടെ താരന് മുടിക്കൊഴിച്ചിലിൻ്റെ കൂടെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഒരുപാട് ജാസ്തിയാവും. പിന്നെ നനവോടെ അങ്ങനെ നിങ്ങൾ വിട്ടാൽ തന്നെ മുടിക്കായ ഒരുപാട് ജാസ്തിയാവുന്നുണ്ട്. ഓക്കെ, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, അതാണ് എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ജെല്ല് നാച്ചുറലായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതായത് ഫ്ലാക്സ് സീഡ് ജെല്ല്, പിന്നെ അലോവേറ ജെല്ല്, ഇങ്ങനെ. ഓക്കെ, ഈ ചിലവർക്ക് ഈ എഗ്ഗ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്സൊക്കെ മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ മാച്ച് ആവുന്നവർ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. മാസത്തിൽ ഒരിക്കൽ മാത്രം മുട്ടയുടെ ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, അതായത് നിങ്ങളുടെ ഇൻട്രസ്റ്റിൻ്റെ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ സ്കാൽപ്പിൽ നിങ്ങളുടെ മുടിക്ക് എഗ്ഗിൻ്റെ ഹെയർ പാക്ക് സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നാച്ചുറലായി ചില ഇൻഗ്രീഡിയൻറ്റ്സ് ജെല്ലായിട്ടുള്ള പോലെ അത് ഞങ്ങളുടെ മുടിക്ക് ആക്ട് ചെയ്യുന്നതാണ്. അതായത് ഫെനുഗ്രീക്ക് സീഡ്സ്, അതായത് ഉലുവയുടെ ഹെയർ പാക്കൊക്കെ ഉപയോഗിച്ചാൽ നോർമലായി സോഫ്റ്റായി കിട്ടും, ഫ്രിസിനെസ് കുറയും, ഡ്രൈനെസ് കുറയും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം, ഹൈഡ്രേഷൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ സ്കിൻ പിന്നെ ഹെയറൊക്കെ. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ സ്കിന്നിലത്തെ പ്രോബ്ലംസ് കുറവാകും, പിന്നെ ഹെയറിന് ഒരു
പുതിയൊരു ലൈഫ് കിട്ടണ പോലെ അതാവും. പിന്നെ ഞങ്ങൾക്ക് അതൊരു കെയർ എടുത്ത പോലെയാണ്. പിന്നെ ഈ ഒരു ഉലുവയുടെ ഹെയർ പാക്ക് അത് യൂസ്ഫുള്ളാണ്. ഓക്കെ. പിന്നെ അലോവേറ ജെൽ നിങ്ങൾ നോർമലായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ 20 മിനിറ്റ്, അതായത് സൈനറ്റിസ് പ്രോബ്ലം നീർക്കെട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ 10 മിനിറ്റ് വിട്ടിട്ട് കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഫ്ലാക്സീഡ് ജെല്ലും അതും അലോവേറ ജെല്ലിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് നന്നായിട്ട് പ്രവർത്തിക്കും. ഞങ്ങളുടെ മുടി നന്നായിട്ട് ഇരിക്കാനും നല്ല ഒരു സ്ട്രാൻഡ്സിനൊക്കെ നല്ല ഒരു ഹെൽത്തി ആയിട്ട് വെക്കുന്നുണ്ട് ഫ്ലാക്സീഡ് ജെല്ല് ഉപയോഗിക്കുമ്പോൾ. പിന്നെ സോഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നാച്ചുറലായിട്ട് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഹെയർ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുക. പിന്നെ ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കണം, അതായത് ഓറഞ്ച്, പിന്നെ പപ്പായ, പൈനാപ്പിൾ, ആപ്പിൾ ഇങ്ങനെ. പിന്നെ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് അലർജിറ്റിക് ആണോ അത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം തന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. അങ്ങനെ തന്നെ സെയിം വെജിറ്റബിളിലും ഉണ്ട്. ചില വെജിറ്റബിളിൽ ഇനി ചിലർക്ക് അത് സൂട്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് അലർജറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടോ ആ ഒരു വെജിറ്റബിൾ മാറ്റി വെച്ചിട്ട് എല്ലാ വെജിറ്റബിൾ ഉൾപ്പെടുത്താൻ നോക്കുക നിങ്ങളുടെ ഡയറ്റിൽ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കുക. പിന്നെ ലിക്വിഡായിട്ടുള്ള ജ്യൂസ് ഐറ്റംസ്, അതായത് നിങ്ങൾക്ക് ഇത് വാട്ടർ മെലൺ എടുക്കാം, പിന്നെ ലെമൺ ജ്യൂസ് എടുക്കാം, ആംല ജ്യൂസ് എടുക്കാം, പിന്നെ ഇങ്ങനെ തന്നെ. ഓക്കെ. പിന്നെ ഇത് ഞങ്ങൾ പംപ്കിന്നിൻ്റെ കൂട്ടാൻ വയ്ക്കുമല്ലോ, അങ്ങനെ തന്നെയാണ് അതും ഉൾപ്പെടുത്താൻ നോക്കുക ഒരുപാട്. ഓക്കെ. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ. നിങ്ങൾ വീഡിയോ കുറേ ഷെയർ ചെയ്ത് നോക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.